ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ഫലവർഗമാണല്ലോ പഴുത്ത നേന്ത്രക്കായ. അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു നല്ല ഹെൽത്തി ആയ ഒരു വെറൈറ്റി സ്നാക്സ് ആയാലോ. ബനാന ഫിംഗേഴ്സ് ആണ് റെസിപ്പി. പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ബ്രെഡ് ക്രംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 8 ബ്രെഡാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. 2 ബ്രെഡ് വെച്ചോ 4 ബ്രെഡ് വെച്ചോ ഇതിന്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള പോർഷൻ കളഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു ഫുഡ് പ്രോസസറിലോ ഗ്രൈൻഡറിലോ വെച്ച് ക്രംസ് ആയിട്ട് എടുക്കാം. ഈ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ബ്രെഡ് ക്രംസ് തയ്യാറാക്കാവുന്നതാണ്. ഇതല്ല എങ്കിൽ കടകളിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ബ്രെഡ് ക്രംസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കായി പഴുത്ത 2 നേന്ത്രക്കായയാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് തോടും അതിന്റെ നടുക്കുള്ള വിത്തിന്റെ ഭാഗവും മാറ്റിയെടുക്കാം. ബനാന ഫിംഗേഴ്സ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിനായിട്ട് നീളത്തില് സ്ട്രൈപ്സ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കണം. നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയി മുറിച്ച് ഇതിനകത്തുള്ള വിത്ത് കളയാം. വിത്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു കനത്തിലും നീളത്തിലും ആയിരിക്കണം മുറിച്ചെടുക്കേണ്ടത്. അതുപോലെ നേന്ത്രക്കായ ഉപയോഗിക്കുമ്പോൾ തീരെ പഴുത്ത നേന്ത്രക്കായ ആണെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എങ്കിൽ ബാറ്ററിൽ മുക്കുമ്പോഴേക്ക് അത് മുറിഞ്ഞു പോകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിംഗേഴ്സ് ലഭിക്കണമെങ്കിൽ തീരെ പഴുക്കാത്ത പഴം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നേന്ത്രപ്പഴം എല്ലാം സ്ട്രൈപ്സ് ആയിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഉടനെ തന്നെ നമുക്ക് ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. കാര്യം ഒരുപാട് നേരം പഴം വച്ചിരുന്നു കഴിഞ്ഞാൽ അറിയാലോ, അയണിന്റെ അംശം ഉള്ളതുകൊണ്ട് കറുത്തു പോകും. ബാറ്റർ തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മണത്തിനായി 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ മധുരം ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ്, അതായത് 1/8 ടീസ്പൂണിന്റെ ഹാഫ് മതിയാകും. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ബനാന ഫിംഗേഴ്സ് നല്ല കവർ ചെയ്തെടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ആവുള്ളൂ. അങ്ങനെ ഇവിടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ബനാന സ്ട്രൈപ്സ് ഓരോന്നായി ബാറ്ററിൽ കവർ ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും നന്നായി കവർ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുമ്പോൾ ബനാന ഫിംഗേഴ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എക്സ്ട്രാ ബ്രെഡ് ക്രംസ് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അടുക്കി വെക്കാം.
അങ്ങനെ എല്ലാ ബനാന ഫിംഗേഴ്സ് ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫിംഗേഴ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്ക് പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് 3-4 ഫിംഗേഴ്സ് ഒരേ സമയം എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് വരെ മറിച്ചിടരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം മറിച്ചിടാനായിട്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ 4 തൊട്ട് 5 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. അപ്പോഴേക്ക് ബനാന ഫിംഗേഴ്സ് ഗോൾഡൻ ബ്രൗൺ നിറാകും. ഈ സമയമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ശേഷം ഒരു പാത്രത്തില് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ എണ്ണ പെട്ടെന്ന് തോർന്ന് കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ ബനാന ഫിംഗർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ ചായക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഗോതമ്പ് മാവിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തത് കൊണ്ട് ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.